നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, പുതിയ വാഹനമാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും അല്ലെങ്കിൽ നിൽ ഡിപ്രീസിയേഷൻ വരുന്ന ഇൻഷുറൻസും ആയിരിക്കും. ഇത് കഴിഞ്ഞ് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഫുൾ കവർ ഇൻഷുറൻസിലോട്ട് കൺവേർട്ട് ചെയ്യും. ചില വാഹനങ്ങളിൽ അല്ലെങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനി അത് 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ സംശയം, ഫുൾ കവർ ഇൻഷുറൻസിൽ എന്തൊക്കെ കവർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കവറേജ് വരുന്നത്? ഇത് ചോദിച്ചിരിക്കുന്നത് നൗഷാദ് പുത്തൻകാട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്, ഫുൾ കവർ ഇൻഷുറൻസിൽ എന്തൊക്കെ ഫുൾ കവറേജ് കിട്ടും എന്ന് ഒരു വീഡിയോ ചെയ്യാമോ? ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിനെ പറ്റിയാണ് എപ്പോഴും വിവരണം തരാറ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ കവർ ഇൻഷുറൻസിനെ പറ്റി പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, എന്തൊക്കെ അതിനകത്ത് കവറേജ് കിട്ടും. പേര് പറയുമ്പോൾ ഫുൾ കവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ മുഴുവൻ നമുക്കതിനകത്ത് കവർ ചെയ്യും എന്ന് തന്നെയാണോ? ഒരു കാരണവശാലും അതങ്ങനെയല്ല. കാരണം ബമ്പർ ടു ബമ്പർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, 2 സൈഡിലെയും ബമ്പർ കിട്ടുമോ? ഒരു കാരണവശാലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അല്ലെങ്കിൽ B2B ഇൻഷുറൻസിലാണെങ്കിൽ പോലും നമുക്ക് 2 ബമ്പർ കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവണം, അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടീസിൽ എവിടെയെങ്കിലും, വീടിൻ്റെ സൈഡിലോ നമ്മുടെ മതിലിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇടിച്ചു, നമ്മുടെ ഫ്രണ്ടിലത്തെ ബമ്പർ ഇടിച്ചു, നമ്മൾ പെട്ടെന്ന് ടെൻഷനായിട്ടില്ല പേടിച്ചിട്ട് പുറകോട്ട് വന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ 2 സൈഡിലെയും ബമ്പറിൻ്റെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു GD എൻട്രി ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ബമ്പർ ടു ബമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു സൈഡ് ഫുള്ള് ക്ലെയിം ചെയ്യാനൊക്കെ സാധിക്കും. ആ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വിത്ത് ഫോട്ടോ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. GDയോ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് 2 സൈഡും ഹിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിന് GD ആവശ്യമാണ്. ഇനി അടുത്ത കാര്യം, ഈ പറഞ്ഞൊരു ചോദ്യത്തിനുള്ള കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാം. അതായത് ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പഴക്കം അനുസരിച്ച് മിക്കവാറും 50% ഏകദേശം ഞാൻ പറയുന്ന പോലെ ഒരു 3 വർഷം 4 വർഷമൊക്കെ കഴിഞ്ഞ വാഹനമായിരിക്കും ഫുൾ കവറിലോട്ട് മാറ്റുന്നത്. കാരണം അതുവരെ പലരും ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കും. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ബമ്പർ ടു ബമ്പർ കിട്ടുന്ന കാലഘട്ടം വരെ ബമ്പർ ടു ബമ്പർ എടുക്കുന്നത് തന്നെയാണ്. കാരണം എന്തെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ വാഹനത്തിൽ വന്നാൽ പോലും നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ, അതായത് ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 1500 രൂപയ്ക്ക് നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തീർന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഒരു ഫുൾ കവർ ഇൻഷുറൻസ് വരുന്ന സമയത്ത് നമുക്ക് 50% ആണ് അതിൻ്റെ മാറുന്ന പാർട്സുകൾക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡോറ് മാറുകയാണ്, ഡോറിന് ഏകദേശം ഒരു 8000 രൂപ വില വരുമെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം. ഒരു ഡോറിന് 8000 രൂപ വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് 4000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് വെച്ചാണ്, അതായത് ശതമാന കണക്കാണ്. അതായത് ചില കേസിലൊക്കെ വരുമ്പോൾ 14% വരാറുണ്ട്, 14% വരും, ചില കേസിൽ 16% വരും. അതായത് അതിൻ്റെ ഇത്രയും ശതമാനം വെച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒരു 10000 രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 16% നമ്മൾ അടയ്ക്കേണ്ടി വരും. പാർട്സ് മാറുകയാണെങ്കിൽ പാർട്സിൻ്റെ 50% നമ്മൾ അടയ്ക്കേണ്ടി വരും. ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തു, 4000 രൂപയുടെ ഹെഡ്ലൈറ്റാണ്, 2000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ഇതാണ് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ കുഴപ്പമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പഴയ വാഹനങ്ങൾക്ക് ഫുൾ കവറേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഫുൾ കവർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈഡ് ഫുള്ള് ക്ലെയിം ചെയ്യാണ്. ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാരുതി വാഹനത്തിന് വെച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്വിഫ്റ്റ് വാഹനം എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ബമ്പർ, ഫെൻഡർ, 2 ഡോറ്, ഒരു ക്വാർട്ടർ പാനൽ, ഇത്രയും കാര്യങ്ങൾ വരികയാണെങ്കിൽ ബമ്പർ വരുന്ന സമയത്ത് ഏകദേശം 2000, അതിൽ 1000 രൂപ അടയ്ക്കണം. ഫെൻഡർ പോർഷൻ വരുമ്പോൾ 2300, അതിൻ്റെ പകുതി അടയ്ക്കണം. ഡോറ് വരുന്ന സമയത്ത് 7700 അല്ലെങ്കിൽ 8000 രൂപ, 4000 രൂപ ഒരു ഡോറിന് അടയ്ക്കണം. അങ്ങനെ 4 4 8. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് ചെയ്യുന്നതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കൃത്യം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പാർട്സ് മേടിച്ചാൽ അതിൻ്റെ ഒരു പകുതി പൈസയെങ്കിലും കയ്യിൽ നിന്ന് പോയിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഫുൾ കവർ എന്ന് പറയുന്നത് വിചാരിച്ചുകൊണ്ട് അതിലെല്ലാം കവർ ചെയ്യുന്ന ആരും വിചാരിക്കേണ്ട. ഒരു കാരണവശാലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യത്തില്ല. ഈ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ പകുതി പൈസ, അതായത് പാർട്സിൻ്റെ പകുതി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത്. ഏതെങ്കിലും പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ എത്ര ശതമാനം അത്ര ശതമാനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അല്ലാതെ ഫുള്ള് കാര്യം കിട്ടുന്നതല്ല ഫുൾ കവർ ഇൻഷുറൻസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ക്ലെയിം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സൈഡ് ഫുള്ള് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരത്തില്ല. ഇപ്പോൾ 2 ഡോറ് മാറിയെന്ന് പറഞ്ഞാലും ആ ഒരു സൈഡിൽ എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഒരു 1000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് വരത്തുള്ളൂ. ഇതിനകത്ത് തന്നെ കൺസ്യൂമബിൾസ് ഉള്ള ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അതായത് ബമ്പർ ടു ബമ്പർ ഉണ്ട്. അത് കൺസ്യൂമബിൾ കൂടെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ കൺസ്യൂമബിൾ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും.